നമസ്കാരം. F&S ഫാർമ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള PSC DME DHS ഗവൺമെൻറ് അനലിസ്റ്റ് ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻസിനായിട്ടുള്ള വീഡിയോസാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. പാർട്ട് 10 ബേസിക് ആൻഡ് കോമൺ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പോൾ തുടർന്ന് വരുന്ന ഇൻഷുറൻസ് മെഡിക്കൽ സർവീസിൻ്റെ എക്സാമിനേഷനും അതുപോലുള്ള കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസിന് ഒക്കെ ആയിട്ടുള്ള വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി നോട്ടിഫിക്കേഷൻസ് എനേബിൾ ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമുള്ള ടോപ്പിക്സ് സജസ്റ്റ് ചെയ്യാം. സജഷൻസ് ആയിട്ട് കമൻസ് ആയിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഉപകാരപ്രദമായി തോന്നിയാൽ എല്ലാവരും ഷെയർ ചെയ്യുക. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ആവശ്യപ്പെട്ട ടോപ്പിക്സിൽ നിന്ന് തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് വീഡിയോസ്. ഫസ്റ്റ്, പേഷ്യൻ്റ് കൗൺസിലിംഗ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ഫാർമസിസ്റ്റ്. എഫക്റ്റീവ് പേഷ്യൻ്റ് കൗൺസിലിംഗ് എന്ന് പറയുന്നത് പീപ്പിളിന്, അതായത് ഇൽനെസ്സിനെ പറ്റി ആൾക്കാർക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് വരുത്താനും അതുപോലെ തന്നെ ഫാർമക്കോതെറാപ്പി ബെറ്റർ വേയിൽ ഉപയോഗിക്കാനും പേഷ്യൻ്റ് കംപ്ലയൻസ് എൻഹാൻസ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഒരു ഫാർമസിസ്റ്റിന് ഇമൻസ് നോളേജ് ഉണ്ടായിരിക്കണം, നല്ലൊരു കമ്മ്യൂണിക്കേറ്ററും ആയിരിക്കണം. റാഷണൽ യൂസ് ഓഫ് മെഡിക്കമെൻറ്റ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ക്രിട്ടിക്കൽ ഫോർ സക്സസ്ഫുൾ തെറാപ്യൂട്ടിക് ഔട്ട്കം. നമുക്കറിയാം, നല്ലൊരു തെറാപ്യൂട്ടിക് ഔട്ട്കം കിട്ടണമെങ്കിൽ മെഡിക്കമെൻറ്റ്സ് റാഷണലി തന്നെ യൂസ് ചെയ്യണം. എന്താണ് പേഷ്യൻ്റ് കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് പ്രൊവൈഡിങ് മെഡിക്കേഷൻ ഇൻഫർമേഷൻ ഓറലി അല്ലെങ്കിൽ റിട്ടേൺ ഫോമിൽ പേഷ്യൻസിനോ റെപ്രസെൻറ്റേറ്റീവ്സിനോ മെഡിക്കേഷൻ ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുക. എന്തൊക്കെയായിരിക്കണം ഇൻഫർമേഷനിലുള്ള ഉണ്ടായിരിക്കേണ്ടത്? പ്രോപ്പർ ഡിറക്ഷൻ ഓഫ് യൂസ്, മെഡിക്കമെൻറ്റ്സ് എങ്ങനെ യൂസ് ചെയ്യണമെന്നും അതിൻ്റെ സൈഡ് എഫക്റ്റ്, അതിൻ്റെ സ്റ്റോറേജ്, അതുപോലെ തന്നെ എന്തൊക്കെ ഡയറ്റ് ആൻഡ് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് വരുത്താം, ഇതിനെപ്പറ്റിയൊക്കെയുള്ള ഒരു ഓറലി അല്ലെങ്കിൽ റിട്ടേൺ ഫോം പേഷ്യൻറ്റിന് നമ്മൾ നൽകുന്നതിനെയാണ് പേഷ്യൻ്റ് കൗൺസിലിംഗ് എന്ന് പറയുന്നത്. ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? പേഷ്യൻറ്റിനെ തെറാപ്പീനെ പറ്റി മനസ്സിലാക്കി കൊടുക്കുക, അതുപോലെ തന്നെ പ്രോപ്പർ യൂസ്, മെഡിസിൻസിൻ്റെ യൂസിനെ പറ്റിയും ADR ഓഫ് ദ മെഡിക്കമെൻറ്റ്സും മനസ്സിലാക്കി കൊടുക്കുക. പേഷ്യൻ്റ് അഡ്ഹറൻസ് ഇംപ്രൂവ് ചെയ്യുക, അതുപോലെ തന്നെ പേഷ്യൻറ്റ് മോണിറ്റർ ചെയ്യുക. ഹെൽത്ത് കെയർ മാനേജ്മെൻറ്റിലുള്ള പേഷ്യൻസിനെ ഫോർ എക്സാമ്പിൾ, അതായത് മോട്ടിവേറ്റ് ചെയ്യുക. പേഷ്യൻസിനെ മോണിറ്ററിങ് അല്ല, മോട്ടിവേറ്റ് ചെയ്യുക. അതായത് ആക്റ്റീവ് റോള് ഹെൽത്ത് മാനേജ്മെൻറ്റിൽ ടേക്ക് പാർട്ട് ചെയ്യാനായിട്ട് മാക്സിമം മോട്ടിവേറ്റ് ചെയ്യുക. ഇതൊക്കെ തന്നെയാണ് പേഷ്യൻ്റ് കൗൺസിലിങ്ങിൻ്റെ മെയിൻ ആയിട്ടുള്ള എയിം എന്ന് പറയുന്നത്. അപ്പോൾ പേഷ്യൻ്റ് കൗൺസിലിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഒരു ഫാർമസിസ്റ്റിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോളുണ്ട് ഫോർ പേഷ്യൻ്റ് കൗൺസിലിംഗ്. മെഡിക്കേഷൻ എറേഴ്സ് കുറയ്ക്കുക, അതുപോലെ തന്നെ പേഷ്യൻസിനെ മാക്സിമം അണ്ടർസ്റ്റാൻഡ് ചെയ്യിപ്പിക്കുക മെഡിക്കൽ കണ്ടീഷനെ പറ്റി, അതുപോലെ ADRൻ്റെ ഇൻസിഡൻസ് കുറയ്ക്കുക, ഡ്രഗ് ഇൻറ്ററാക്ഷൻസ് കുറയ്ക്കുക, പേഷ്യൻ്റ് ഔട്ട്കംസ് മാക്സിമം ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ് പേഷ്യൻ്റ് കൗൺസിലിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് ഓഫ് പ്രോപ്പർ പേഷ്യൻ്റ് കൗൺസിലിംഗ്? ട്രസ്റ്റ്, ഫസ്റ്റ് ഒരു ട്രസ്റ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുക. പിന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക പേഷ്യൻറ്റുമായിട്ട്, നോൺ വെർബലിയും അതുപോലെ തന്നെ വെർബലി ക്വസ്റ്റ്യൻസ് ആസ്ക് ചെയ്യുക, ക്ലിനിക്കലി ഒബ്ജക്റ്റീവ് ആകുക, പിന്നെ അതുപോലെ എൻകറേജ് ചെയ്യുക, പിന്നെ കോൺഫിഡൻഷ്യൽ ആക്കി വെക്കുക ഡീറ്റെയിൽസ് എല്ലാം, അതുപോലെ പേഷ്യൻസിനെ മോട്ടിവേറ്റ് ചെയ്യുക. ഇതൊക്കെ തന്നെയാണ് പേഷ്യൻ്റ് കൗൺസിലിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത ഡ്യൂട്ടീസ് ഓഫ് എ ഫാർമസിസ്റ്റ്. നമുക്കറിയാം, ഇപ്പോൾ പറഞ്ഞത് തന്നെ ഒരു ഡ്യൂട്ടിയാണ്, പേഷ്യൻ്റ് കൗൺസിലിംഗ് തന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് ഡ്യൂട്ടിയാണ് ഫാർമസിസ്റ്റിൻ്റെ. പിന്നെ നമുക്കറിയാം, കമ്മ്യൂണിറ്റി ക്ലിനിക്സിൽ, ഹോസ്പിറ്റലിൽ, ഇൻഡസ്ട്രിയിൽ, അക്കാഡമിക്സിൽ, റെഗുലേറ്ററിയിൽ, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിലൊക്കെ തന്നെ ഫാർമസിസ്റ്റിന് ഡ്യൂട്ടിയുണ്ട്. കമ്മ്യൂണിറ്റി ഫാർമസിസ്റ്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ പറഞ്ഞ പേഷ്യൻ്റ് കൗൺസിലിങ്ങും അതുപോലെ ഡിസ്പെൻസിങ് ഓഫ് ഡ്രഗ്സ്. ഹോസ്പിറ്റൽ ഫാർമസിയിലാണെങ്കിൽ DTC, ഡ്രഗ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെ മെമ്പർഷിപ്പ്, അതുപോലെ തന്നെ ഹോസ്പിറ്റൽ ഫോമുലറി പ്രിപ്പയർ ചെയ്യണം, ഡിസ്പെൻസ് ചെയ്യണം മെഡിക്കമെൻറ്റ്സ്. ഇതൊക്കെ തന്നെയാണ് മെയിനായിട്ടുള്ള ജോബ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പ്രൊക്രൂട്ട്മെൻറ്റ് ആൻഡ് ഇൻവെൻ്ററി മാനേജ്മെൻറ്റ് ഓഫ് ഡ്രഗ്സ്, ഇതൊക്കെ തന്നെയാണ് ഒരു ഹോസ്പിറ്റൽ ഇമ്പോർട്ടൻറ്റ് റോള്. അക്കാഡമിക്സിൽ നമ്മൾ പറയുകയാണെങ്കിൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റും അക്കാഡമിക്സും റിലേറ്റഡ് ആണ്. അതായത് സ്കിൽഡ് ആയിട്ടുള്ള ന്യൂ ഫാർമസിസ്റ്റിനെ പ്രൊഡ്യൂസ് ചെയ്യുക, അതുപോലെ പിന്നെ ന്യൂ ഡ്രഗ് ഡെവലപ്മെൻറ്റ്, ഫോർമുലേഷൻ പുതിയതുണ്ടാക്കുക, എക്സിസ്റ്റിംഗ് ഡ്രഗ്സിൻ്റെ യൂസസ് കണ്ടുപിടിക്കുക, അതൊക്കെ തന്നെയാണ് അക്കാഡമിക്സിലെ മെയിനായിട്ടുള്ള ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. ഇൻഡസ്ട്രി വൈസ് നോക്കുകയാണെങ്കിൽ മാനുഫാക്ചർ ചെയ്യുക, ഫോർമുലേഷൻ ഡെവലപ്പ് ചെയ്യുക, ക്വാളിറ്റി കൺട്രോള്, ക്വാളിറ്റി അഷുറൻസ്, റെഗുലേറ്ററി അഫയേഴ്സ്, സെയിൽസ്, മാർക്കറ്റിംഗ്, മാനേജ്മെൻറ്റ്, ഇതൊക്കെയാണ്. റെഗുലേറ്ററി സൈഡ് നോക്കുകയാണെങ്കിൽ ഹെൽത്ത് ഡ്രഗ് പോളിസി, എഡ്യൂക്കേഷൻ പോളിസി, ഇൻ്റർനാഷണൽ ഏജൻസീസ് ആൻഡ് പ്രൊഫഷണൽ ബോഡീസ് റെഗുലേഷൻ, അങ്ങനെ അതൊക്കെ തന്നെയാണ് റെഗുലേറ്ററി ജോബ്സ് അല്ലെങ്കിൽ റെഗുലേറ്ററി റോൾസ് എന്ന് പറയുന്നത്. എസെൻഷ്യൽ ഡ്രഗ്സ് ഓഫ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. എസെൻഷ്യൽ ഡ്രഗ്സ്, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ലിസ്റ്റ് ഓഫ് എസെൻഷ്യൽ മെഡിസിൻസ് എല്ലാ 2 ഇയേഴ്സ് കൂടുമ്പോഴും, എല്ലാ 2 ഇയേഴ്സ് കൂടുമ്പോഴും എക്സ്പേർട്ട് കമ്മിറ്റിയുടെ സഹായത്തോടു കൂടി അപ്ഡേറ്റ് ചെയ്യും. എന്തിനു വേണ്ടി? സെലക്ഷൻ ആൻഡ് യൂസ് ഓഫ് എസെൻഷ്യൽ മെഡിസിൻസിന് വേണ്ടി.
ഫസ്റ്റ് എസെൻഷ്യൽ മെഡിക്കൽ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത് 1977 ഫസ്റ്റ് എസെൻഷ്യൽ മെഡിക്കൽ ലിസ്റ്റ് ഫോർ ചിൽഡ്രൻ പബ്ലിഷ് ചെയ്യുന്നത് 2007 കറണ്ട് വേർഷൻ സെപ്റ്റംബർ 2021 അപ്ഡേറ്റഡ് ആയിട്ടുണ്ട്. അതെന്ന് പറയുന്നത് 22nd എസെൻഷ്യൽ മെഡിക്കൽ ലിസ്റ്റ് ആണ്. 8th എസെൻഷ്യൽ മെഡിക്കൽ ലിസ്റ്റ് ഫോർ ചിൽഡ്രൻ ആണ്. ഇനി എന്താണ് എസെൻഷ്യൽ മെഡിസിൻസ് എന്ന് പറഞ്ഞാൽ, നമുക്കറിയാം ഒരു പ്രയോറിറ്റി ഹെൽത്ത് കെയർ നീഡ്സിന്, അതായത് ഒരു പെർട്ടിക്കുലർ പോപ്പുലേഷൻ്റെ പ്രയർ ആയിട്ടുള്ള ഹെൽത്ത് കെയർ നീഡ്സിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന മെഡിസിൻസിനെയാണ് നമ്മൾ എസെൻഷ്യൽ മെഡിസിൻസ് എന്ന് പറയുന്നത്. അത് സെലക്ട് ചെയ്യുന്നത് അവിടെ ആ പെർട്ടിക്കുലർ ഏരിയയിലുള്ള ഡിസീസ് പ്രിവലൻസ്, അതുപോലെ പബ്ലിക് ഹെൽത്ത് റെലവൻസ്, സേഫ്റ്റി, എഫിക്കസി, കോസ്റ്റ് എഫക്റ്റീവ്നെസ്, ഇതിൻ്റെയൊക്കെ ബേസിലാണ് നമ്മൾ എസെൻഷ്യൽ ഡ്രഗ്സിനെ സെലക്ട് ചെയ്യുന്നത്. ഇറ്റ് ഷുഡ് ബി അവൈലബിൾ ഇൻ ഫങ്ഷണൽ ഹെൽത്ത് സിസ്റ്റം ഓൾ ടൈംസ്. എപ്പോഴും അപ്രോപ്രിയേറ്റ് ഫോമിൽ അഫോർഡബിൾ പ്രൈസിൽ അവൈലബിൾ ആയിരിക്കണം. അതാണ് എസെൻഷ്യൽ ഡ്രഗ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഡിഫറെൻറ്റ് ഡ്രഗ്സ് ഉണ്ട്, അതിൻ്റെ ഒരു ലിസ്റ്റ് തന്നെ ഉണ്ട്. അത് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന പെയിൻ റിലീവേഴ്സ്, അങ്ങനെ ഡിഫറെൻറ്റ് ഡ്രഗ്സ് ഉണ്ട് എസെൻഷ്യൽ ഡ്രഗ്സ് ആയിട്ട്. അപ്പം ഒരു പെർട്ടിക്കുലർ കമ്മ്യൂണിറ്റിയുടെ ബേസിക് നീഡ്സിനെ മെറ്റ് ചെയ്യാനായിട്ടുള്ള, ഒരു പെർട്ടിക്കുലർ പോപ്പുലേഷൻ്റെ ബേസിക് നീഡ്സിനെ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ടുള്ള ഡ്രഗ്സിനെയാണ് നമ്മൾ എസെൻഷ്യൽ ഡ്രഗ്സ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ബേസിൽ WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ എസെൻഷ്യൽ ലിസ്റ്റിൻ്റെ ബേസിൽ ഓരോ നേഷൻസ് അവരുടേതായിട്ടുള്ള എസെൻഷ്യൽ മെഡിക്കൽ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു പെർട്ടിക്കുലർ നേഷൻ, കൺട്രി എടുക്കുകയാണെങ്കിൽ, രാജ്യം എടുക്കുകയാണെങ്കിൽ അവിടെ എന്ത് ഡിസീസ്, എന്ത് അസുഖമാണ് പ്രിവലൻ്റ് ആയിട്ടുള്ളത്, എന്ത് ക്ലിനിക്കൽ നീഡാണ് അവിടെ വേണ്ടത്, ഇതിൻ്റെയൊക്കെ ബേസിൽ ഓരോരോ നേഷൻ അവരുടേതായിട്ടുള്ള എസെൻഷ്യൽ ലിസ്റ്റും ഇറക്കിയിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഒപ്താൽമിക് പ്രിപ്പറേഷൻസിനെ പറ്റിയാണ്. നമുക്കറിയാം ഏജൻറ്റ്സ് ദാറ്റ് ആർ എസ്പെഷ്യലി ഡിസൈൻ ടു അപ്ലൈ ടു ദ ഐസിനെയാണ് നമ്മൾ ഒപ്താൽമിക് പ്രിപ്പറേഷൻസ് എന്ന് പറയുന്നത്. എക്സ്ട്രീംലി സെൻസിറ്റീവ് ആണ്, ഈസിലി ഇറിറ്റൻ്റ് ആണ്. അതായത് ഇപ്പം ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കോമ്പണൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇറിറ്റേഷൻ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്, ഐസിൽ ഇറിറ്റേഷൻ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഒപ്താൽമിക് പ്രിപ്പറേഷൻസിന്. എക്സാമ്പിൾ ഫോർ ഒപ്താൽമിക് പ്രിപ്പറേഷൻസ് ആണ് ഫസ്റ്റ് ആൻറ്റി ആൻജിയോജനിക് ഒപ്താൽമിക് പ്രിപ്പറേഷൻ. ഇവർ വാസ്കുലർ എൻഡോത്തീലിയൽ ഗ്രോത്ത് ഫാക്ടർ ആൻറ്റഗോണിസ്റ്റ് ആണ്. അതായത് റെറ്റിനൽ പിഗ്മെൻറ്റ് സെൽസ് ഇഷീമിയ ആകുമ്പോഴത്തേക്കും, അതായത് ബ്ലഡ് വെസൽസ് കറക്റ്റ് ഓക്സിജൻ കിട്ടാണ്ട് വരുന്ന സമയത്ത് VEGF സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് പുതിയ ബ്ലഡ് വെസൽ ഫോർമേഷൻ ഉണ്ടാക്കും. ദ പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് ന്യൂ ബ്ലഡ് വെസൽസിനെ പറയുന്ന പേരാണ് നിയോവാസ്കുലറൈസേഷൻ. അപ്പോൾ ഈ നിയോവാസ്കുലറൈസേഷൻ്റെ സമയത്ത് ബ്ലഡ് വെസൽസ് പ്രോപ്പറായിട്ട് ജനറേറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ലീക്കിംഗ് ഉണ്ടായിട്ട് വിഷൻ നഷ്ടപ്പെടും. അപ്പോൾ ഇതിനെതിരായിട്ട് നമ്മൾ കൊടുക്കുന്ന ഡ്രഗ്സാണ് ആൻറ്റി ആൻജിയോജനിക് ഒപ്താൽമിക് ഏജൻറ്റ്സ്. എക്സാമ്പിൾ ഏതൊക്കെയാണ്? അഫിബർസെപ്റ്റ്, അതുപോലെ റാനിബിസുമാബ് ഒക്കെയാണ് എക്സാമ്പിൾ. അടുത്ത ഗ്രൂപ്പാണ് മിസലേനിയസ് ഏജൻറ്റ്സ്, അതായത് ആൻറ്റി മിഡ്രിയാറ്റിക്, സൈസ് ഓഫ് ദ പ്യൂപ്പിൾ റെഡ്യൂസ് ചെയ്യുന്നവർ. സൊല്യൂഷനായിട്ട് നമുക്ക് ഇൻസ്റ്റിൽ ചെയ്യാം ഐസിൽ, പ്യൂപ്പിളിൻ്റെ സൈസ് റെഡ്യൂസ് ചെയ്യും. എക്സാമ്പിളാണ് സോഡിയം ക്ലോറൈഡ് ഹൈപ്പർട്ടോണിക്, അതുപോലെ തന്നെ മിറ്റോമൈസിൻ, സിസ്റ്റിയാമീൻ, ഇതൊക്കെയാണ് എക്സാമ്പിൾ. നെക്സ്റ്റ് ആണ് മിഡ്രിയാറ്റിക്സ്. നമുക്കറിയാം പ്യൂപ്പിൾ ഡൈലേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണ്, അതുപോലെ തന്നെ റിലാക്സ് ചെയ്യിപ്പിക്കാനായിട്ട്, മസിൽസ് ഓഫ് ഐ, ഫോക്കസിങ് മസിൽ ഓഫ് ഐ റിലാക്സ് ചെയ്യിക്കാനായിട്ട് യൂസ് ചെയ്യും. ടോപ്പിക്കലി യൂസ് ചെയ്യുന്നത് ഐ എക്സാമിനേഷൻ്റെ സമയത്താണ്, അതായത് റെറ്റിന വിഷ്വലൈസ് ചെയ്യാനായിട്ടും, അതുപോലെ ഐറിറ്റിസ്, സൈക്ലൈറ്റിസ്, അതുപോലെ റെഡ്യൂസസ് സൈക്ലോപേജിയ, ഇതിനൊക്കെ യൂസ് ചെയ്യാറുണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ട്രോപ്പിക്കാമൈഡ്, ഫീനൈൽ എഫിഡ്രിൻ, അതുപോലെ സൈക്ലോപെൻഡുലേറ്റ്. അടുത്തത് ഒപ്താൽമിക് അനസ്തെറ്റിക്സ്. ഈ ലോക്കൽ അനസ്തെറ്റിക്സ് ഉണ്ടാവും ഇതിൻ്റെ അകത്ത്, നമുക്ക് ഡയറക്റ്റ്ലി ഐയിൽ അപ്ലൈ ചെയ്യാം. ഇവർ ട്രാൻസ്മിഷൻ ഓഫ് പെയിൻ സിഗ്നൽസ് ഫ്രം നെർവ് എൻഡിങ്സ് ഓഫ് ഐ ടു ബ്രെയിൻ, അതിനെ ബ്ലോക്ക് ചെയ്യും. ടെട്രാക്കെയിൻ, അതുപോലെ തന്നെ എക്സാമ്പിൾസ് നമ്മൾ പറയുകയാണെങ്കിൽ ടെട്രാക്കെയിൻ, പ്രൊപ്പുവാക്കെയിൻ, അതുപോലെ ലിഡോക്കെയിൻ ഒക്കെയാണ് എക്സാമ്പിൾസ്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഒപ്താൽമിക് ആൻറ്റി ഇൻഫെക്റ്റീവ്സ് ആണ്. ഒപ്താൽമിക് ആൻറ്റി ഇൻഫെക്റ്റീവ് ഡ്രഗ്സിൻ്റെ എക്സാമ്പിളാണ് അത് സ്ലൈഡിൽ കാണിച്ചിരിക്കുന്ന മോക്സിഫ്ലോസാക്സിൻ, അതുപോലെ ഗാൻസിക്ലോവിർ, അസിത്രോമൈസിൻ, പോളിമിക്സിൻ, ടോബ്രാമൈസിൻ, ഇതൊക്കെ ആൻറ്റി ഇൻഫെക്റ്റീവ് ആണ് ഒപ്താൽമിക്. ഇനി ഒപ്താൽമിക് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ് ഉണ്ട്, അതിൻ്റെ എക്സാമ്പിളാണ്, അതായത് എഗെയിൻസ്റ്റ് ഇൻഫ്ലമേഷൻ ഹെൽപ്പ് ചെയ്യുന്ന, അതിൻ്റെ എക്സാമ്പിളാണ് നമ്മൾ കീറ്റോറിലാക്, അതുപോലെ ഡൈക്ലോഫിനാക്, ഫ്ലൂർബിപ്രൊഫൻ, ഇതൊക്കെ ഒപ്താൽമിക് പ്രിപ്പറേഷൻസിൽ വരുന്നതാണ്. ഒപ്താൽമിക് ആൻറ്റി ഹിസ്റ്റമിൻസ് എന്ന് പറയുന്നത് ഇന്നോർ എറൗണ്ട് ഐയിൽ ബ്ലോക്ക് ചെയ്യും, അതായത് നമുക്കറിയാം ഹിസ്റ്റമിനെ ബ്ലോക്ക് ചെയ്തിട്ട്
ഇച്ചിങ് അതുപോലെ ഇൻഫ്ലമേഷൻ പോലുള്ള സ്വെല്ലിംഗ് ഒക്കെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. എക്സാമ്പിൾ വരുന്നതാണ് ടെട്രാഹൈഡ്രോക്സിലിൻ, ഫെനിറാമിൻ, കിറ്റോട്രിഫൻ ഒക്കെ. അടുത്തത് ഒപ്താൽമിക് ഡയഗ്നോസ്റ്റിക് ഏജൻറ്റ്സ്, അതായത് ഡയഗ്നോസിസ് ഇത് ചെയ്യാനായിട്ട്, ഫോർ എക്സാമ്പിൾ ആൻജിയോസ്കോപ്പി, ആൻജിയോഗ്രഫി, അതൊക്കെ ആ സമയത്ത് ഡയഗ്നോസിസിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഫ്ലൂറസീൻ, അതുപോലെ തന്നെ ബെനോക്സിനേറ്റ് ഒക്കെ. ഇനി ഒപ്താൽമിക് ഗ്ലൂക്കോമ ഏജൻറ്റ്സ് ഉണ്ട്, ഗ്ലൂക്കോമയ്ക്ക് യൂസ് ചെയ്യുന്ന, അതായത് ഐയിലെ പ്രഷർ റെഡ്യൂസ് ചെയ്യുന്ന ഏജൻറ്റ്സ്. അതിൻ്റെ എക്സാമ്പിളാണ് ബിമറ്റോപ്രോസ്റ്റ്, അതുപോലെ ലറ്റാനോപ്രോസ്റ്റ് ഒക്കെ. ഇനി ഒപ്താൽമിക് ലൂബ്രിക്കൻസ് ഉണ്ട്, ലൂബ്രിക്കേഷൻ എൻഹാൻസ് ചെയ്യാനായിട്ടുള്ള. നമ്മൾ റീഫ്രഷ് ടിയേഴ്സ് ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അടുത്തത് ഒപ്താൽമിക് സ്റ്റിറോയിഡ്സ് ഉണ്ട്, അതായത് ഇൻഫ്ലമേഷനും അതുപോലെ ഇൻഫ്ലമേഷൻ്റെ സിംറ്റംസും ഒക്കെ റെഡ്യൂസ് ചെയ്യാനായിട്ടുള്ള ഒപ്താൽമിക് സ്റ്റിറോയിഡ്സ് ഉണ്ട്. എക്സാമ്പിളാണ് ഫ്ലോസിനോളോൺ, അതുപോലെ ഡെക്സാമെത്തസോൺ, പ്രെഡ്നിസോലോൺ ഒക്കെ. ഇനി ഒപ്താൽമിക് വിസ്കോ ഇലാസ്റ്റിക് ഏജൻറ്റ്സ് ഉണ്ട്, അതായത് ഇത് ആൻറ്റീരിയർ ചേംബറിൽ നമ്മൾ ഇഞ്ചെക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡെപ്ത് ഓഫ് ദി ചേംബർ കോർണിയൽ എപ്പിത്തീലിയത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും സ്റ്റെബിലൈസ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. ഫോർ എക്സാമ്പിൾ കേട്രോലാക്കും, സോഡിയം കോൺട്രാക്റ്റൈൻ സൾഫേറ്റ് ഒക്കെയാണ് എക്സാമ്പിൾസ്. ഒപ്താൽമിക് പ്രിപ്പറേഷനിൽ വരുന്ന ഐ ഡ്രോപ്സ്, ഐ ലോഷൻസ്, ഓയിൽമെൻറ്റ്സ്, ജെൽ, ക്രീം, ഒക്കുലർ ഇൻസേർട്സ്, ഒക്കുലർ ഇഞ്ചക്ഷൻ, ഇതൊക്കെ തന്നെയാണ്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ടോണിസിറ്റിയാണ്. ഈ ഒപ്താൽമിക് പ്രിപ്പറേഷൻസ് എല്ലാം തന്നെ ഇറ്റ് ഷുഡ് ബി ഐസോട്ടോണിക് വിത്ത് ലാക്രിമൽ സെക്രീഷൻസ് ആയിരിക്കണം. അതായത് ഐക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്ന ടോണിസിറ്റി എന്ന് പറയുന്നത് 0.5 to 2% ഓഫ് NaCl, സോഡിയം ക്ലോറൈഡ് ആണ്. ഐസോട്ടോണിക് വെഹിക്കിൾസ് ഫോർ ഒപ്താൽമിക് പ്രിപ്പറേഷൻ ഏതൊക്കെയാണെന്ന് വെച്ചാൽ 1.9% ബോറിക് ആസിഡ് ആണ് ഒരു എക്സാമ്പിൾ. അടുത്തത് സ്റ്റെറിലിറ്റി നമ്മൾ ചെക്ക് ചെയ്തിരിക്കണം എപ്പോഴും പ്രിപ്പറേഷൻസിൻ്റെ, ഒന്നില്ലെങ്കിൽ ഡയറക്റ്റ് ഇനോക്കുലേഷൻ അല്ലെങ്കിൽ മെംബ്രെയിൻ ഫിൽട്രേഷൻ വഴി. ഇതുകൂടാതെ പ്രിസർവേറ്റീവ്സ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഐ ഡ്രോപ്സിൽ യൂസ് ചെയ്യുന്ന പ്രിസർവേറ്റീവ്സ് ആണ് ബെൻസാൽക്കോളിയം ക്ലോറൈഡ്, ക്ലോർബ്യൂട്ടനോൾ, ഫീനൈൽ മെർക്കുറിക് അസറ്റേറ്റ്, ഫീനൈൽ മെർക്കുറിക് നൈട്രേറ്റ് ഒക്കെ. അടുത്തത് ഇവാലുവേഷൻ ഓഫ് ഒപ്താൽമിക് പ്രിപ്പറേഷൻ ആണ്. നമ്മൾ ഇവാലുവേഷൻ യൂസ് ചെയ്യുന്നത് സ്റ്റെറിലിറ്റി ടെസ്റ്റ്, ഞാൻ ആദ്യം പറഞ്ഞു, ഇനോക്കുലേഷൻ, അതുപോലെ ഡയറക്റ്റ് ഇനോക്കുലേഷൻ, അതുപോലെ മെംബ്രെയിൻ ഫിൽട്രേഷൻ, അതുപോലെ ലീക്കർ ടെസ്റ്റ് ഉണ്ട്, ക്ലാരിറ്റി ടെസ്റ്റ് ഉണ്ട്. ക്ലാരിറ്റി ടെസ്റ്റ് വിഷ്വൽ ഇൻസ്പെക്ഷൻ അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റ് മെത്തേഡ് വഴി, പിന്നെ മെറ്റൽ പാർട്ടിക്കിൾസിനെ ചെക്ക് ചെയ്യുന്നത്, ഇതൊക്കെയാണ് ഇവാലുവേഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. സോ ഇതോടുകൂടി ഈ പാർട്ട് വീഡിയോ അവസാനിക്കുകയാണ്. തുടർന്നുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നെക്സ്റ്റ് വരുന്ന പാർട്സിലൊക്കെ ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ സജഷൻസ് രേഖപ്പെടുത്താൻ മറക്കണ്ട. അതുപോലെ തന്നെ ഗവൺമെൻറ് അനലിസ്റ്റ് ഇൻ്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് എക്സ്ക്ലൂസീവായിട്ട് അനാലിസിസിനും കെമിസ്ട്രിന്നും ഒക്കെ ഉള്ള ജനറൽ ക്വസ്റ്റ്യൻസും കോമൺ ക്വസ്റ്റ്യൻസും ഇതുപോലെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതിനെല്ലാമായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക. ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്.